ഒരു മകനെ പോലെയായിരുന്നു അദ്ദേഹം എന്നെ കണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിനോടുള്ള ഒരുപാട് മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിത്താരയിൽ വന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് രണ്ടാം മൂഴം എന്നുള്ള ആ മഹാകാവ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നത്. ഒരു മൂന്നാമത്തെ പ്രാവശ്യം വന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നതും. പിന്നെ രണ്ടാം മൂഴത്തിൻ്റെ സ്ക്രീൻ പ്ലേയുടെ മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം കൈകൊണ്ട് എഴുതിയതും അദ്ദേഹം നരേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു സഹായം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതുന്നത് പൂർത്തീകരിച്ചത്. അപ്പോൾ അതാദ്യമായിട്ട് വായിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അതേപോലെ തന്നെ ഒരു 4 തവണയെങ്കിലും ഒരിക്കൽ ബോംബെയിൽ വെച്ചിട്ട്, 2 പ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ട്, ഒരിക്കൽ കോഴിക്കോട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ശാരീരികസയിലിരിക്കുക, ഞാൻ നിലത്തിരിക്കുക. എന്നിട്ട് അദ്ദേഹം രണ്ടാം മൂഴം സീൻ ബൈ സീൻ വായിച്ചു തരിക, ഞാൻ നോട്ട് എഴുതുക. അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ അനുഭവത്തിൽ കൂടി കടന്നുപോയതാണ്. അത് സിനിമയാവാത്തതിൽ ഏറ്റവും കൂടുതൽ നിരാശ, ഒരു പക്ഷേ എന്നെക്കാട്ടും കൂടുതൽ വലിയ നിരാശ അദ്ദേഹത്തിനായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹവുമായിരുന്നു. ഇനി അത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് അതൊരു സിനിമയായി മാറുക എന്നുള്ളത്. അത് വളരെ കഴിവുള്ള എത്രയോ സംവിധായകർ നമ്മുടെ കൂടിയിടയിലുണ്ട്. അവരെ കൊണ്ട് അത് ചെയ്ത് സിനിമയാക്കി സിനിമയ്ക്ക് തന്നെ അല്ലെങ്കിൽ സിനിമയ്ക്ക് തന്നെ അഭിമാനമാകാവുന്ന ഒരു ചലച്ചിത്ര കാവ്യമായി മാറട്ടെ. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കോളേജ് മേറ്റാണ്. വിക്ടോറിയ കോളേജിൽ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ചതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അരവിന്ദ് ലക്ഷ്മണൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അരവിന്ദൻ്റെ മകൻ എന്ന് പറയുന്നൊരു വാത്സല്യം എന്നോടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ അവാർഡ് കിട്ടിയ കൃതിയായ വളർത്തുമൃഗങ്ങൾക്ക് എൻ്റെ അച്ഛനൊരു കാരണക്കാരനായിരുന്നു, ഒരു ഇൻസ്പിറേഷനായിരുന്നു എന്നൊക്കെ ഉള്ള കഥകൾ ഞങ്ങളുടെ സംഭാഷണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വളർത്തുമൃഗം എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ ജെമിനി സർക്കസിൻ്റെ ഒരു മാനേജറായിരുന്നു. അപ്പോൾ പാലക്കാട് ജെമിനി സർക്കസിൽ ഒരു വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ചിന്ത വന്നതും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് അത് വന്ന്. അപ്പോൾ ഒരു ദിവസം സർക്കസ് കാണാൻ പോയ ശേഷം അദ്ദേഹം അച്ഛനോട് ആവശ്യപ്പെട്ടു, എനിക്ക് പകൽ വന്ന് നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ, എന്നിട്ട് ഇവരുടെ ജീവിതമൊക്കെ ഒന്ന് അടുത്തറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ 2-3 പകലുകൾ അവർ സർക്കസ് കൂടാരത്തിൽ ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന നോവലുണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് പേഴ്സണൽ മൊമെൻറ്റ്സ് അച്ഛൻ വഴിയൊക്കെ അദ്ദേഹമായിട്ടുണ്ട്. അതൊരു വളരെ പേഴ്സണൽ ലോസായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം എനിക്ക് സ്ക്രീൻ പ്ലേ വന്ന ശേഷം അതൊരു ബൃഹത്തായ സിനിമയാണ്. അതൊരു 1000 കോടിയുടെയൊക്കെ മുകളിൽ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് രണ്ടാം മൂഴം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത് മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു സിനിമ. അതേപോലെ ഇത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും മികച്ച കൃതി എന്ന് പലപ്പോഴും വാഴ്ത്തപ്പെട്ട ഒരു കൃതിയെ ആസ്പദമാക്കിയ സിനിമ. ആ സിനിമ അതിനെ ഒരു സിനിമയാക്കി മാറ്റണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രയത്നമുണ്ട്. ഞാൻ കണ്ട പോലെ എന്ന് പറയുന്ന ഒരു വിശ്വോത്തര സിനിമയാക്കി മാറ്റണമെങ്കിൽ അതിന് വലിയ ബഡ്ജറ്റ്, ഒരു 200 കോടിയോ 300 കോടിയിലൊന്നും നിൽക്കില്ല. അത് ബഡ്ജറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് 1000-ന് മേലെ പോകും എന്ന് മനസ്സിലായത്.